അങ്ങനെ ഗായ്സ് നമ്മുടെ കലാപരിപാടികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് കുറുക്ക്, ഒരാൾക്ക് കഞ്ഞി, അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സൈഡിൽ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കട്ടിങ്, ക്ലീനിങ് അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സവോള കട്ട് ചെയ്യുക, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി സകല സാധനങ്ങളും കട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഇവിടെ ഭാരതിൻ്റെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പരിപാടികൾ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുകയാണ്. നമ്മുടെ ചേട്ടൻ ഇവിടെ സൈഡിൽ നിന്നിട്ട് സവോള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബിരിയാണിയാണെന്ന്. അത് ഞങ്ങൾ ബിരിയാണിയാണ് എന്നുണ്ടാക്കുന്നത് പോലെ ചിക്കൻ ബിരിയാണി അല്ല കേട്ടോ, ഞങ്ങളിന്ന് എഗ് ബിരിയാണി ആണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം സെറ്റായി, വെള്ളം തിളച്ച് റൈസ് ഇട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇവിടെ സെറ്റാവും. പിന്നെ നമുക്ക് അടുത്തുണ്ടാക്കാനുള്ളത് എഗ് റോസ്റ്റാണ്. വെറും 45 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ഇവിടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. നമ്മളിവിടെ നടു റോട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഗായ്സ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇഷ്ടം പോലെ വണ്ടികളൊക്കെ റോട്ടിൽ കൂടെ പോകുന്നുണ്ട്. ഞങ്ങളിവിടെ സൈഡിൽ ഒതുങ്ങി നിന്നിട്ട് ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടൂറിലെ പ്രധാന ഒരു വൈബും കളറൊക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടാക്കുക, റോട്ടിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുക, ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് പോകുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാട്ടോ ഗൈസ്. കയറി ചെല്ലുന്നിടത്ത് തന്നെ ചെറിയൊരു ഹോള് പോലെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളതൊരു റൂം, ഇത് നമ്മുടെ താഴത്തെ റൂം പോലെ തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാലും നമുക്ക് ഈ വ്യൂ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ നല്ല സർവ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള നല്ല റിസോർട്ടായിരുന്നു കേട്ടോ ഗൈസ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു സംഭവമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു റിസോർട്ട്. ഇതേപോലെ തന്നെയാണ് മറ്റത്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഫുഡ് ഇരിക്കലാണ്. അപ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ റൈസ് പൊട്ടിക്കണം. അപ്പോൾ റൈസ് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അറിയാവുന്നതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ റൈസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ടയേർഡായിട്ട്. ചേട്ടൻ റൈസ് എല്ലാവർക്കും സെർവ് ചെയ്തൊക്കെ കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും നല്ല വിശപ്പിലിരിക്കുകയായിരുന്നു ഗൈസ്. ഓൾറെഡി ടയേർഡായിട്ടുണ്ടായിരുന്നു യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ. ഞാൻ വെറുതെ പറയല്ല, ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ തള്ളണല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. കാരണം ബിരിയാണി ഫുഡ് കഴിച്ചിരിക്കുന്ന നേരത്തെ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് പൂളാണ്. അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് 6 മണി മുതൽ 8 മണി വരെയാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുവരെ കുറച്ച് 1-2 മണിക്കൂർ ടൈം ഉണ്ട്. അപ്പോൾ ആ ടൈം കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. കിടന്നപ്പോഴാണെങ്കിലും എല്ലാവരും ഉറക്കത്തിലും പെട്ടു. ആ ഗ്യാപ്പിലാണെങ്കിലും ഇവിടെ കുരങ്ങന്മാർ കയറിയിട്ട് ആകെ വലിച്ചു വരെ കിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തായത് കാരണം ഞങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കിയത്. പിന്നെ കുറച്ച് ലേറ്റായി ഞങ്ങൾ പൂളിലേക്ക് എത്താനായിട്ട്. 6 മണി എന്നുള്ളത് ഏറെക്കുറെ 7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 മണിക്ക് വന്നിട്ട് കുറച്ച് നേരമാണെങ്കിലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കുട്ടികളാണ് കാരണം കുട്ടികളാണെങ്കിൽ വെള്ളത്തിൽ കയറുന്നില്ല. പിന്നെ അവരധികം നേരം ആ ഒരു ടൈമും മഞ്ഞൊക്കെ വന്നു തുടങ്ങിയ ടൈം ആയത് കാരണം അവരെ കൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് നേരം വെള്ളത്തിൽ നിന്നിട്ട് ഞങ്ങൾ കയറാണ് കേട്ടോ ഗൈസ് ഉണ്ടായത്, മക്കളായിട്ട് പോകണം. പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് മുഖ്യം പിക്കില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ. ഫുഡ് നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഗൈസ്? ഫുഡ് കഴിക്കണം, അത് മെയിനാണ്. അപ്പോൾ ടൂർ പോയാലും നമ്മൾ പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. ഒക്കെ ടൈം വേണം. അപ്പോൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം കയറി ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, അത് മാറ്റി. പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു, അതും മാറ്റി. പിന്നെ നമ്മുടെ ഈ ഇവിടുത്തെ റിസോർട്ട് ഒന്ന് വൈബാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയി വന്ന് പിന്നെ കിടന്നുറങ്ങിയാൽ ഞാൻ റിസോർട്ടിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ പ്ലാനൊക്കെ മാറ്റിയിട്ട് നേരെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ മ്യൂസിക് DJ ഒക്കെ വെച്ച് നമുക്കൊന്ന് കലക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പം നമുക്ക് എന്താണ് പിന്നീടുള്ള നമ്മുടെ ആ ഒരു കലക്കം കാഴ്ചകളിലേക്ക് പോവാട്ടോ ഗൈസ്.
അപ്പോൾ നമ്മുടെ സൂപ്പർ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇനി അടുത്ത് നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയാണ് കൈസ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അൽഫാമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ തന്നെയാണ് പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ നമ്മുടെ പൊന്നൂസും ഹെൽപ്പ് ചെയ്യാനിരിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് സൈഡിൽ കൂടി ഹെൽപ്പ് ചെയ്തിട്ട് കുറേശ്ശെ പൊട്ടിച്ച് കഴിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ആള്. അപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക കഴിക്കാനുള്ളൊരു വൈബിൽക്കാണ് വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല മൂഡിലാണ് കേട്ടോ കഴിക്കാൻ. സമയമില്ല ഗായ്സ്, ഞങ്ങൾ കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. അൽഫാം ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒരു എക്സ്ട്രാ 2-3 കറികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കൂടി പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ല കളി എൻജോയ്മെൻറ്റിൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മളധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. നമ്മൾ പിള്ളേർ ഉറങ്ങി. അപ്പോൾ പിന്നെ അവരായിട്ട് പിന്നെ ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊന്നൂസിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് റൂമുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയും സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ വേണം ഗൈസ് പോകാനായിട്ട്. അപ്പോൾ 2 സ്റ്റെപ്പ് കാണുന്നില്ലേ. അപ്പോൾ അപ്പുറത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ പൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഗൈസ് പൂളുള്ളത്. അപ്പോൾ അങ്ങനെ കിടന്നു. മോർണിംഗ് വൈബ് കാണാനായിട്ട് ഞങ്ങൾ 5 മണിക്ക് അലാറം വെച്ചിട്ടാണ് കേട്ടോ ഗൈസ് കിടന്നത്. 5 മണിക്ക് ഞങ്ങൾ എണീറ്റു ഫ്രഷായിട്ട് ജസ്റ്റ് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാം കേട്ടോ. അപ്പം നല്ലൊരു മൂഡ് തന്നെയായിരുന്നു നമുക്ക് ആ ടൈമിൽ. നേരം ഒട്ടും വെളുത്തിട്ടില്ല, ആകെ ഇരുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 മാത്രം എണീറ്റിട്ട് ചായ കുടിക്കാം കേട്ടോ ഗൈസ്. ഇതിന് ശേഷമാണ് ഓരോരുത്തരെ ഞങ്ങളാണ് ഫോണിൽ വിളിച്ച് എണ്ണിപ്പിച്ചിട്ട് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ പുറകിൽ കാണുന്നില്ല ഗൈസ്, ഇതാണ് കേട്ടോ പൂളപ്പോൾ. ഈ ടൈമിൽ പൊന്നൂസ് എണീക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾക്ക് പുറത്ത് നിൽക്കാൻ പറ്റിയിട്ടോ. ആളെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആളായിട്ട് പുറത്ത് നിൽക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ് ആ ടൈമിൽ കാണാനായിട്ട്. അപ്പോൾ ഓരോരുത്തരെയൊക്കെ ഞങ്ങൾ വിളിച്ച് എണീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. മോർണിംഗ് വൈബ് കാണാനും സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സൗന്ദര്യമൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഭംഗിയൊന്ന് നോക്കാം കേട്ടോ ഗൈസ്. സൂപ്പറായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. ഫോണിലൂടെ അത്ര ഇതായിട്ട് കാണുന്നില്ല മഞ്ഞൊന്നും, പക്ഷെ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇതൊക്കെ രാവിലത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ റിസോർട്ടിൻ്റെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. എന്നാലും പിന്നെ കഴിച്ചു, ഞങ്ങൾ കഴിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ആണ്.
അപ്പോൾ നമ്മൾ ഇനി ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഏത് നേരം തീറ്റയുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെ ഒന്നല്ല കേട്ടോ. നമ്മൾ നോർമലി ഫുഡ് കഴിക്കണ പോലെയൊക്കെ തന്നെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പണിയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചായ കുടിക്കാത്തവർ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞവർ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മുടെ പൊന്നൂസ് ഇവിടെ കിടന്നാകെ വിലകണ കാരണം കുട്ടിക്കൊരു ഫോൺ കൊടുത്തിട്ട് മാറ്റിയിരുത്തിയിരിക്കുകയാണ്. ഫോൺ കൊടുക്കുന്നത് നല്ലതല്ല എന്നറിയാം, എന്നാലും തീരെ എല്ലായിടത്തും കയറി വാരി വലിക്കായിരുന്നു. അപ്പോൾ കുട്ടിക്കൊന്ന് സമാധാനമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ലാൻഡ് ഫോണിലാണ് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പരിപാടിയും കുളി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാം കേട്ടോ. ഉച്ചക്ക് 12 മണിക്ക് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല, എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി നാട്ടു റോട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യണത്. അടുത്തത് നമുക്ക് മുത്തങ്ങയിൽ പോകാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്കോ ടൂറിസം അതൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മസനഗുഡിക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓൾറെഡി 12 മണിക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് അടിക്കാൻ പോകാം കേട്ടോ ഗൈസ്. കൈയൊക്കെ നിർത്തിടി ചെമ്പായി കൈ നിർത്തിടി.
അങ്ങനെ ഗായ്സ് ഞങ്ങളുടെ ഫുഡ് അടിയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയുണ്ടോ. അപ്പോൾ എനിക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് സൗണ്ടിന്റെ ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് നല്ല കോൾഡ് ആയിട്ടാട്ടോ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇടയ്ക്കൊരു ശ്വാസം കിട്ടാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വേറൊന്നും തോന്നരുത്, ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് മസനഗുഡിയിലേക്ക് വിട്ടാലോ ഗൈസ്. അപ്പം നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല കേട്ടോ, മസനഗുഡി വഴി പോയിട്ട് റിട്ടേൺ ആണ്. അപ്പം നമുക്ക് നമ്മുടെ യാത്രകളൊക്കെ കാണാം കേട്ടോ. അപ്പം സംഭവം പൊളിയായിരുന്നു. നമ്മുടെ മസനഗുഡി എന്ന് പറയുന്നത് എല്ലാവരും പറയണ പോലെ തന്നെ കാണാനുള്ള ഒരു സംഭവം തന്നെയാണ് മസനഗുഡി. അപ്പോൾ നമ്മള് പകുതി യാത്ര ആയിട്ടുള്ള കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. മുതുമലൈ ടൈഗർ റിസർവിന്റെ അവിടെ നമ്മ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത്. പക്ഷെ അവിടെ എന്തോ ടൈം കഴിഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇതുണ്ടായിരുന്നത് എന്തോ ആനകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയൊരു പാസ് ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ നമുക്ക് ടൈമുള്ളൂ. എന്തോ 5:30 തൊട്ട് 6 മണി വരെ അവിടെ ടൈമുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അന്നേരം അവിടേക്ക് പോകാനുള്ളൊരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാനൊന്ന് കയറിയതാണ്. അപ്പൊ ചായ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ചായ ബിസ്ക്കറ്റും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോണത് മറ്റേ ആനക്കോട്ടയിൽ കാണട്ടോ ഗൈസ് പോണത്.
അങ്ങനെ ഗായ്സ് ഞങ്ങൾ മറ്റേ മലകളും കുന്നുകളൊക്കെ കയറി ഇറങ്ങി ആനകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും ആകെ ടയേർഡായിട്ട് നമ്മൾ ഇനി നേരെ തിരിച്ച് വണ്ടിയിൽ കണ്ടോ കയറണത്. വണ്ടിയിൽ കയറിയിട്ട് നമുക്കിനി വേറെ ഒന്നുമില്ല, നമുക്ക് കയറി വന്നിപ്പോൾ കാട് തിരിച്ചിറങ്ങാൻ പോവാണ്. പിന്നെ ജസ്റ്റ് അവിടെ ഇറങ്ങിയതിന് ശേഷമുള്ള സെൻറ്ററിലേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെള്ളം കുടിക്കുക എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ സെൻറ്ററിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഏകദേശം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി നീങ്ങിയിട്ടാണ് ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ട് പൊന്നൂസിനൊക്കെ വേണ്ട കഞ്ഞിയും കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കും കൊടുക്കണം. പിന്നെ ബാക്കി ഞങ്ങൾ ഉച്ചക്ക് ഉണ്ടായിരുന്നതിൻ്റെ കുറച്ച് ബാക്കി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് സെറ്റായിട്ട് വണ്ടി കയറി എല്ലാവരും കിടന്നുറങ്ങി. ഓൾമോസ്റ്റ് 2 മണിയായപ്പോഴാണ്, പുലർച്ചെ 2 മണിക്കാണ് ഞങ്ങളിവിടെ എത്തണ വരെ പിന്നെ വേറെ ആരും അധികമൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ടൂറിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഇനി അത് അത്യാവശ്യത്തിന് എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.